ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഈ രാത്രി അമ്മ എന്നെ വിളിച്ചുകൊണ്ട് ഷോപ്പിങ്ങിന് പോവാണ്. ഇപ്പോൾ വീട്ടിൽ നോക്കിയപ്പോഴാണ് വീട്ടിൽ ഒരു സാധനം പോലും ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ രാത്രി ലുലു മോളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയം ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ലുലു മോളിലേക്ക് എത്തി. ട്രാഫിക് ഇല്ലാന്ന് വിചാരിച്ച് നേരെ ചെന്ന് കയറിയപ്പോൾ അവിടെ ഒടുക്കത്തെ ട്രാഫിക്ക്. ലുലു മോളിനകത്താണ് ട്രാഫിക്ക് മൊത്തം കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. നമ്മളിങ്ങനെ ആമയെ പോലെ നീങ്ങിയാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ഫൈനലി യുദ്ധം എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മോളിലേക്ക് പോവാണ്. നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി സാധനം എല്ലാം മേടിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നാളെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നത് കൊണ്ട് നേരത്തെ വീട്ടിൽ കയറാം എന്നുള്ള ധാരണയിലാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ കഴിച്ചിട്ട് തിരിച്ചു വരാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ നടന്നു. നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നപ്പോൾ ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ കണ്ടു. എനിക്ക് ആ ലൈറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് കറങ്ങി ഒരു ഷോട്ടൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ ഗ്രില്ലാക്സിലാണ് പോയത്. മിക്കവാറും ഇവിടെ വരുമ്പോൾ ഗ്രില്ലാക്സിൽ തന്നെയാണ് കയറുന്നത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി, നല്ല ക്വാളിറ്റിയുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇവിടെ കയറാത്തവർ ഉറപ്പായിട്ടും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ചങ്ക് ബൗൾ റൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ കബാബും ആയിരുന്നു. രണ്ടും തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. കബാബ് എടുത്തു പറയണം, ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കബാബിന്. അതുപോലെ തന്നെ റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ആ റൈസ് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള റൈസാണുള്ളത്. അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ കഴിക്കാത്തവർ ഉറപ്പായിട്ടും വന്ന് കഴിച്ചു നോക്കുക. പിന്നീട് നമ്മൾ നേരെ താഴേക്ക് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊന്ന് ലുലു സ്റ്റോറിൽ വരെ കയറാം. അങ്ങനെ നേരെ ലുലു സ്റ്റോറിലേക്കാണ് പോയത്. അവിടെ ഡ്രസ്സൊന്നും മേടിക്കാനല്ല പോയത്. അമ്മയ്ക്ക് എന്തോ ഫുഡ് വെയർസ് എന്തോ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കുറേ നേരം കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു. അങ്ങനെ അമ്മ പെട്ടെന്ന് തന്നെ അതെല്ലാം മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. രാത്രി 10 മണിക്ക് ഹൈപ്പർ മാർക്കറ്റിലെ തിരക്കാണ് കഴിച്ചത്. അപ്പോൾ തിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് തിരക്കൊന്നും കുറഞ്ഞില്ല. തിരക്ക് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് ഉള്ളിലേക്ക് തന്നെ കയറി ഓരോ സാധനങ്ങൾ മേടിച്ചു തുടങ്ങി. ഈ കപ്പ് കിടക്കുന്ന കാണാൻ നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. മെയിൻലി ഞാനിന്ന് പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കുറച്ച് അസൈൻമെൻറ്റ് പേപ്പറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഒരു സൈഡിൽ നിന്ന് നുള്ളി പറക്കി അതെല്ലാം മേടിച്ചു. പിന്നീട് നമ്മൾ പോയത് നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർക്കുള്ള ഡ്രൈ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് അമ്മയെ കാണാതെ പോയി ഗൈസ്. അപ്പോൾ ഞാൻ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി അമ്മയെ കിട്ടി. പിന്നീട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ്. ഇനി ഒന്നും വാങ്ങിക്കാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒന്ന് വാങ്ങിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ സബർ ജെല്ലി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി സാധനമല്ലേ. പിന്നെ തേങ്ങ വാങ്ങിച്ചു. ഞാനിങ്ങനെ കുലുക്കിയൊക്കെ എടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്കിതിനെക്കുറിച്ച് ഭയങ്കര ജ്ഞാനമാണെന്ന്. ചുമ്മാ വെറുതെയാണ്, ഷോ മാത്രമാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുലുക്കി നോക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തേങ്ങയും വാങ്ങിച്ചിട്ട് നേരെ പോയി. പിന്നെ അമ്മയും എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അടിപൊളി ഒരു സാധനമാണ് കേട്ടോ ഈ ചിൽഡായിട്ടുള്ള ജ്യൂസ്. ഇതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഈ ജ്യൂസ് ഉറപ്പായിട്ടും വാങ്ങിക്കും. ജ്യൂസ് മാത്രമല്ല, അടിപൊളി ഷേക്കും ഉണ്ട്. അപ്പോൾ അതും വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പിന്നെ അറിയാലോ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ ഗൈസ്? എനിക്കിതിനൊരു വികാരമില്ലാത്ത ഫ്രൂട്ടായിട്ടാണ് എപ്പോഴും തോന്നാറുള്ളത്. പക്ഷെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നീട് ഈ ഗ്രേപ്പ് ആണെങ്കിൽ ആൾക്കാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നെ ഞാനും ഒരെണ്ണം മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ അടിപൊളി ഒരു സാധനമാണ് പെർസിമോൺ. അറിയാമായിരിക്കും എല്ലാവർക്കും തന്നെ. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നേരെ ബില്ലിംഗ് സെഷനിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ പാർക്കിംഗ് സൈഡിലേക്ക് പോവാണ്. എന്തായാലും ഈ ഉരുട്ടിക്കൊണ്ട് പോകുന്ന വണ്ടി ഉണ്ടായതുകൊണ്ട് നമ്മളൊന്നും കയ്യിലെടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നേരെ കാറിൻ്റെ അടുത്ത് വരെ നമുക്കിത് ഉരുട്ടിക്കൊണ്ട് പോവാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രാത്രിയിലത്തെ പർച്ചേസിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാതെ വരയ്ക്കും. ബൈ ബൈ.